ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ സൽക്കാരത്തിനിടെയുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ വീട് ആക്രമിച്ചെന്ന് പരാതി. കൊല്ലം മഞ്ചൽ സ്വദേശി ചന്ദ്രബോസിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ആയുധങ്ങളുമായി എത്തിയ 10 അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണ്. അഞ്ചൽ കുരുവിക്കോണം ഹിമഗിരിയിൽ ചന്ദ്രബോസിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ആക്രമണമുണ്ടായത്. 10 പേരടങ്ങുന്ന സംഘം ആക്രമണം നടത്തിയെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടന്ന വിവാഹ പാർട്ടിക്കിടെ ചന്ദ്രബോസിന്റെ മകൻ ജോജിയും മറ്റൊരു സംഘവും തമ്മിൽ തർക്കമുണ്ടായി. ഇരുവിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. അതിനു പിന്നാലെയായിരുന്നു വീട് ആക്രമിച്ചത്. ഇങ്ങോട്ട് വന്ന് തെറിവിളിയാണ് തുടങ്ങി. തെറിവിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനൊന്നും നോക്കത്തില്ല. ആ രീതിയിലുള്ള വിളിയാണ്. ഒന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ കസേര എല്ലാം അടിച്ചടച്ചു, ആ ടീ പോയി എല്ലാം അടിച്ചടച്ചു. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി. അവസാനം എൻ്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് നിന്ന് കൊങ്ങയ്ക്ക് ഇങ്ങനെ പിടിച്ചോട്ട് പറയുക, അവരെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നടി, ഇറക്കി വിടടി എന്നും പറഞ്ഞുകൊണ്ട്. വീട്ടിലെ ഉപകരണങ്ങളും വീടുപണിക്കായി എത്തിച്ച പെയിന്റും സ്റ്റാൻഡുകളുമെല്ലാം അക്രമികൾ നശിപ്പിച്ചു. ജോജിയെ ആക്രമിക്കുന്നത് തടയാനെത്തിയ മാതാവിനെയും ആക്രമിച്ചു. പ്രദേശവാസിയായ കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ജോജി പറഞ്ഞു. ഒരു വ്യക്തി, ഒരു റിലേറ്റീവ് ഇച്ചിരി അമിതമായിട്ട് മദ്യപിച്ച് അവിടെ കിടന്ന് ഇച്ചിരി അലമ്പും കാര്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ വ്യക്തി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയും ഇങ്ങനെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്ത് കണ്ടപ്പം ഞാൻ ഇങ്ങനെ അതിനകത്ത് ഇടപെട്ട് ശാരീരികമായിട്ട് ഇത് വേദനിപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ പറയും. അപ്പം അത് കണ്ടിട്ട് പ്രൊവോക്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നു ഇവർ ഇങ്ങനെ ഇന്നലെ രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറുകയും സാധനങ്ങളൊക്കെ അടിച്ച് നശിപ്പിക്കുകയും എന്നിട്ട് അമ്മേനെ പോലീസിനെയൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ കൈയൊക്കെ പിടിച്ച് തിരിക്കുകയും അതിനകത്ത് കിരൺ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി അമ്മയുടെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ ഒളിവിലാണ്.